ഈശോയെ സ്തുതി. ഞാൻ ഈ പള്ളിയുടെ വികാരിച്ച് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയത്തിൽ ബലിപീഠത്തിന് മുൻപാകെ പുത്തൻകരയിൽ ഫ്രാൻസിസും പരപ്പ വിമലഗിരി ഇടവക കരിയാക്കിൽ എലിസബത്തും കാലിച്ചാനടക്കം ഇടവക സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലുമെല്ലാം ഒന്നിച്ച് ജീവിച്ചു കൊള്ളാവുന്നത് തിരുസഭയുടെ ഏറ്റവും ചെറിയ മതിപ്പായ കുടുംബത്തിന് രൂപം നൽകിക്കൊണ്ട് പരിശുദ്ധവും പരിപാവനവുമായ ഈ ബലിപീഠത്തിന് മുമ്പാകെ വിവാഹമന ഉദാസ സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്നു. ഒപ്പം അങ്ങാടിക്കടവ് ഇടവക പാമ്പയ്ക്ക് സെബാസ്റ്റ്യനും വിമലഗിരി ഇടവക പുത്തൻകരയിൽ ജീവനായി നേരി വിവാഹ വാഗ്ദാനം നടത്തി വിവാഹമന ഉദാസ സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും അടുത്ത ഒരു ദിനങ്ങളിലേക്കും അവർ പ്രവേശിക്കുകയാണ്. ഈ പരപ്പ വിമലഗിരി ഇടവകയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കുന്നോത്ത് കൊറോന അങ്ങാടിക്കടവ് ഇടവകയിൽ നിന്നുള്ളവരെയും കാഞ്ഞങ്ങാട് കൊറോന കാലിശാലകൾക്കും ഇടവകയിൽ എത്തിച്ചേർന്നവരെയും ഏറ്റവും സ്നേഹപൂർവ്വം പരപ്പ വിമലഗിരി ഇടവക കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ ദിനത്തിന് മനോഹരമായ ഗാനം ആലപിക്കുവാനും സഹായിക്കുവാനും എത്തിച്ചേർന്നിരിക്കുന്ന കായിക സംഘത്തെ സ്വാഗതം ചെയ്യുന്നു. വിവിധ വ്യക്തികളിൽ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട് വൈക്ക് ലൈനസ് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛന്മാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഇവിടെ എത്തിയതിനു ശേഷം സ്വാഗതം ചെയ്യുന്നതായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നിരവധിയായ വൈദിക സാന്നിധ്യം പരപ്പ വിമലഗിരി ഇടവക കുടുംബത്തെ അനുഗ്രഹീതമാക്കുകയാണ്. ഈ ജിയോയുടെ സഹോദരൻ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ. അതോടൊപ്പം തന്നെ പുത്തൻകരയിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള വൈദികരുണ്ട്. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ മുൻ വികാരിച്ചന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ജിജോ അച്ഛൻ്റെ സുഹൃത്തുക്കളായ ഗോവർണേറ്റ് സന്യാസ സമൂഹത്തിലെ വിവിധ അച്ഛന്മാരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ വൈദികരെയും ഏറ്റവും സ്നേഹപൂർവ്വം പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് പരപ്പ വിമലഗിരി ഇടവകയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ അച്ഛന്മാരെ പരിചയപ്പെട്ടിട്ടുള്ളതായിരിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിലെ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സച്ചിൻ പുതിയ അച്ഛൻ അച്ഛൻ്റെ സഭാംഗമാണ്. ബഹുമാനപ്പെട്ട സാബിയോ പാലപ്പുരച്ഛൻ എൻ്റെ സഭാംഗമാണ്. ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ അച്ഛൻ്റെ സുഹൃത്താണ്. ഷാനി പുത്തമ്പരി സഹോദരനാണ്. അച്ഛനെ സെബാസ്റ്റ്യൻ തെക്കേ മമ്മിയുടെ സഹോദരനാണ്. സിജോ കാനപ്പുഴ എൻ്റെ സഭയിലെ ഇന്ത്യയുടെ സുപ്പീരിയറാണ്.
ഫാദർ ഗോഡ്സൺ മാനിപ്പ, അച്ഛൻ എൻ്റെ സഭയിലെ അംഗമാണ്. ഇവർ 3 പേരും ഈ ഇടയ്ക്കപ്പെട്ട വ്യക്തികളാണ്. ഫാദർ സാബിയും ഫാദർ മൻഫാനും ഫാദർ സച്ചിൻ. എൻ്റെ ഫാദർ ജോസ് സുന്ദര സ്മൃതിയുണ്ട്, ഇവിടെ വികാരിയാണ്. അച്ഛൻ അകത്തുണ്ട്. ഫാദർ പയ്യപ്പള്ളി അച്ഛൻ അവിടെ അകത്തുണ്ട്. മാത്യു മൂന്നാലപ്പള്ളി അച്ഛനും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മറ്റച്ഛന്മാരെ എത്തിച്ചേരുന്നതേയുള്ളൂ. മുഖത്ത് ചേർന്ന് ജിയോയ്ക്ക് അഞ്ചുവിനും വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിവാഹ വാഗ്ദാനം എന്ന കൂടാശം വഴി ഒരു പുതിയ കുടുംബജീവിതം തുടരാൻ ആരംഭിക്കാൻ പോകുന്ന ജോബിനും ജിമിനയ്ക്കും വേണ്ടിയിട്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം.
ഐക്യത്തിൽ ജീവിക്കുവാൻ ഇതാ സറിയായ വിളിച്ചുവല്ലോ. സ്വർഗീയപരമാരെ സമ്പന്നരാക്കുകയും അഖിലങ്ങൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവയെ സഹായിക്കുകയും ചെയ്യണം. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി ഈ ഗുണാശയോഗ്യങ്ങളുടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഹൃദയത്തെയും മതങ്ങളെയും ഞങ്ങളുടെ രക്ഷയുടെ മണമാക്കിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണമാക്കിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാജ്ഞകൾ സന്ദർശിക്കും. തൊഴിലായ അവിടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ മക്കളത്തിന് വിളക്കി കിടക്കുന്ന ബുദ്ധിമുട്ടിയാണ്. നിന്റെ മക്കൾ മേശയ്ക്കും സൈന്യമുളകൾ പോലെയായിരിക്കും. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സൽസൗഭാഗ്യങ്ങളും നന്മകളും നോക്കാൻ സഭയിൽ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നാൽപ്പത് പ്രകാശിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിക്കൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം ശ്രദ്ധിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സത്യത്തിന്റെ നാമനം സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവർ അന്ത്യകാലത്ത് നരകയിലെന്ന് സ്വീകരിക്കുക. നമുക്ക് മാനദീയമായിരിക്കട്ടെ. സർവ
അങ്ങയുടെ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റങ്ങളുടെ വിശ്വാസത്തിലേക്ക് അണിയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാക്കുക. ഭാഗ്യമൊഴികളായ പിന്നെയും സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണീയമായ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഈ പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാമിനെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നല്ല ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിക്കുകയും സ്ത്രീ ബലഹീനമാണെങ്കിലും ജീവിതായകമായ കൃപയ്ക്ക് തുല്യ അവകാശം ചെയ്യണമെങ്കിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ അധ്യായം 2 1 മുതലുള്ള വചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവർ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല.
അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്നതിനുള്ള 6 കൽത്തരണികൾ അവിടെയുണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടിരിക്കുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് നേരെ പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. അവസാനം കല്യാണം കഴിഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 സമ്മാനം 5 ജിമ്മിക്കും ജോബിനും കൊടുക്കുന്നത്. കാരണം അവർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ 2 സമ്മാനവും സമ്മാനം എന്ന് വെച്ചാൽ കാരണം ഫോണിന്റെ ബാറ്ററി ഡെഡായി ഏകദേശം ഏത് സമയവും ഫോണിൽ ആയതുകൊണ്ട് ബാറ്ററി ഡെഡായി. രണ്ടാമതൊരു നാട്ടുവൈദ്യം ചെയ്യണം. നാട്ടുവൈദ്യം അറിയാൻ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ആ ചേട്ടൻ ഇങ്ങനെയും വിളിച്ച് സംസാരിച്ച് ഇരുന്നുകൊണ്ട് പെടലിക്ക് 2 വേദനയുണ്ട്. അപ്പോൾ ഇവർക്ക് സന്തോഷമുണ്ടോ? ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഫോണിൽ ആവശ്യം ചെയ്യില്ല. മനസ്സിലാവുന്നെങ്കിൽ സന്തോഷമോ ഇത് സന്തോഷം നോക്കിയല്ലേ ടെൻഷൻ പറയാം. ഇന്നലെ ജിയോ പറഞ്ഞു ജിമ്മിയുടെ മൊബൈൽ വന്ന് പാട്ട് കൊടുക്കാൻ പാട്ട് കാണാനായിട്ട് ഒന്ന് റെഡിയെന്ന് പറഞ്ഞു. 50% ബാക്കി ചേർന്ന് ജോബിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഇനി 2-3 ദിവസം വരെ ജോബിനെ വെയിറ്റ് ചെയ്യപ്പെടാം സമയമാണ്. 2 ദിവസം വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല സന്തോഷപ്രദമായ രീതിയിൽ ബസവനഗുഡിയിലൂടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാമെന്ന് ചിന്തിച്ചവരല്ലേ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പോകാൻ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയ വൈദിക സമൂഹവും കുറെ കാലം ഞാൻ കാണുന്നു. വിവാഹത്തിലെടുത്ത് പള്ളി നിറച്ചും ആൾക്കാർ കാണുന്ന കുറെ കാലം കൂടിയാണ്. അല്ലെങ്കിൽ ഓടിച്ചോട്ടത്തിൽ ആൾക്കാർ കൂടുതലുണ്ട്. പള്ളി നിറച്ചും ആൾക്കാർ വരുന്നത് അനുഗ്രഹപ്രദമായ നിമിഷം, അനുഗ്രഹപ്രദമായ ദിവസം. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നല്ല ജീവിതം ആശംസിക്കുന്നു. ഏത് വിവാഹത്തിൽ ഞാൻ പറയുന്ന ഒരു പഴയ ഒരു കഥയുണ്ട്. അച്ഛൻ ഇന്നും ഇതേ കഥകളൊന്നും ഇല്ല. പക്ഷേ ഈ പഴയ കഥകള് ചാക്കോച്ചനും മത്താച്ചനും സ്വർഗവും നരകവും കാണാൻ പോയ ഒരു കഥ നിങ്ങൾ കേട്ടുണ്ടാവോ? കേട്ടുകൊണ്ടേയിരിക്കുക. ചാക്കോച്ചനും മത്താച്ചനും സ്വർഗവും നരകം കാണാൻ പോയി. ആദ്യം അവർ നരകത്തിലേക്കാണ് വരുന്നത്. നരകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു സദ്യ നടക്കുന്നു. വലിയ സദ്യയാണ്. സദ്യയിൽ നടുക്ക് ഒരു വലിയ പായസത്തിന്റെ വലിയ ചെമ്പ് പാത്രം വെച്ചിട്ടുണ്ട്. നല്ല പായസമുണ്ട്. അപ്പൊ പായസം കഴിക്കണം. അതിന് പക്ഷെ പുസ്തകത്തിലുള്ള ഇവിടെ കൈകൾ ഇങ്ങനെ വടി വെച്ച് കെട്ടിയുണ്ടായിരുന്നു. അപ്പൊ മടക്കാൻ പറ്റിയില്ല. 2 കൈകളും കെട്ടിയിട്ടുണ്ട്. പക്ഷെ പായസം കഴിക്കുകയും ചെയ്യണം. അപ്പൊ നരകത്തിൽ ചെന്നപ്പോൾ ഇവര് കണ്ടത് ഓരോരുത്തരെടുത്ത് സ്വന്തം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കൈ മടക്കാൻ പറ്റുന്നതിന് മുഖത്തേക്ക് എറിയുന്നു. പക്ഷെ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. അത് നരകത്തിൽ ചെന്നപ്പോൾ കണ്ട സെക്കൻഡ് സ്ഥിതിയാണ്. അത് കഴിഞ്ഞവർ സ്വർഗത്തിലേക്ക് ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോൾ ഇത് തന്നെയാണ് രംഗം തന്നെയാണ്. വലിയൊരു സദ്യ നടക്കുന്നു. വലിയ പായസപാത്രം നടക്കുന്നു. ആൾക്കാരെല്ലാം ചുറ്റും നിൽക്കുന്നു. കൈകൾ 2 കെട്ടപ്പെട്ടിരിക്കുന്നു. 2 കൈകൾ കെട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പായസം കഴിക്കണം. ഇപ്പൊ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവർ കണ്ടെത്തുന്നത് ഓരോരുത്തരും എടുത്ത് കാരണം കൈ കെട്ടപ്പെട്ടത് കൊണ്ട് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഓരോരുത്തരെടുത്ത് മറ്റുള്ളവർ കൊടുക്കുന്നു. വെളുത്തൽ മറ്റുള്ളവർ കൊടുക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷവും സൗഹൃദവുമായ ഒരു രംഗമാണ് സ്വർഗത്തിൽ.
ഭരിക്കാൻ പോകുന്ന ജിയോയും അഞ്ചും രണ്ട് മക്കളിനെ മാക്സിമം ചെയ്യുന്ന ജില്ലയ്ക്ക് ജോബിനോട് പറയാനുള്ളതാണ്, ജീവിതത്തിൽ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജീവിതത്തെ സ്വർഗവും നരകവുമാക്കുന്നത് നിങ്ങളാണ്. യു ആർ ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയും. നിങ്ങളാണ് ജീവിതത്തെ സ്വർഗവും നരകവുമാക്കുക. കാരണം ഇപ്പോഴെന്ത് സ്വപ്നം കണ്ടു പോയി കഴിഞ്ഞാലും ഈ പഞ്ചാര കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തീരും. പഞ്ചാര എടുക്കുന്ന സമയമല്ല യഥാർത്ഥ ജീവിതം. റിയൽ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പരസ്പരം അറിയുക, അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടാമത് മ്യൂച്വൽ അവയർനെസ്. പരസ്പരം ആരാണ് എന്ന് ജിയോ എന്താണെന്ന് അഞ്ചു പറഞ്ഞിരിക്കണം, അഞ്ചു എന്താണെന്ന് ജിയോ പറഞ്ഞിരിക്കുന്നത്, ജെന്നി ആരാണ് ജോബിന് ജെന്നി അറിയാം. പരസ്പരം അവെയർ ആയിരിക്കണം, മ്യൂച്വൽ അവെയർനെസ്, പരസ്പരം അറിഞ്ഞിരിക്കുക. മൂന്നാമത്തത് മ്യൂച്വൽ അവൈലബിലിറ്റി. മ്യൂച്വൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് എല്ലാവരും തിരക്കാണ്, അല്ലെ? തിരക്കില്ലാതെ ഇറങ്ങിയുണ്ടോ? ഇനിയിപ്പം മാൾട്ടേക്കോ അല്ലെങ്കിൽ പോവാണെങ്കിൽ ജിയോയും അഞ്ചും തിരക്കായിരിക്കും, അല്ലെങ്കിൽ ജോബിൻ പോകുന്ന ഇങ്ങോട്ട് പോകുന്നെങ്കിൽ ഏത് സമയത്ത് ലോകത്ത് സമയം ആർക്കുമില്ല, 24 മണിക്കൂർ ആർക്കുമില്ല, അല്ല അത് പോരാ. പക്ഷെ മ്യൂച്വൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടറിയുവാനും കേട്ടറിയുവാനുമായിട്ട് സമയം കണ്ടെത്തുക. ഭാര്യ ഭർത്താവിന് സമയം കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് സമയം കൊടുക്കുക. തീർച്ചയായും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ജീവിക്കുക. അപ്പോൾ മ്യൂച്വൽ അവൈലബിലിറ്റി, മ്യൂച്വൽ അവയർനെസ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് വിത്ത് അവൈലബിലിറ്റി, ഈ മൂന്ന് കാര്യം ട്രിപ്പിൾ ഉണ്ടെങ്കിൽ ജീവിതം നല്ല സന്തോഷപൂർണ്ണമായിരിക്കും. ഇവിടെ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും ഞാൻ പറയുന്നത്, കാരണം ഞാൻ പഠിപ്പിക്കുന്ന സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ആ സ്റ്റൈലിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇന്നത്തെ ജീവിതത്തിൽ ആരംഭിക്കുന്ന എല്ലാവർക്കും രണ്ട് കുടുംബക്കാർക്ക് പഴയ ഒരു പാട്ടിന്റെ ഞാൻ പാടുന്ന വ്യക്തിയല്ല, പഴയ പാട്ടിന്റെ ഒരു ദൈവത്തെ മാറുന്ന കുഞ്ഞ് എന്താ പറഞ്ഞേ? ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്. എത്രയാണെങ്കിലും ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നല്ല ജീവിതം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മധുരമായ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായ ദൈവമായ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ഇവരെ അറിയാവുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുവോണത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യത പരികർമ്മം ചെയ്തതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹഫലമായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യമാർക്കാകാരാഗ്രഹിക്കുന്നവരെ സ്നേഹത്തെ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. നിന്നെ
ജിയോ എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് കൃഷിക്കാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോളം പൂർണ്ണമായ സമ്മതത്തോടുകൂടി അഞ്ചു എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിനെ ഇതിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അഞ്ചു എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് കൃഷിക്കാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോളം പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജിയോയെ ഇതിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തെ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ മധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മതിപരമാരെ ഒന്നിപ്പിക്കുന്ന ഈ താനീയപുറം ആശീർവദിക്കണമേ. ഐക്യത്തിലും പ്രതീകമായി താനെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷങ്ങളും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് വർഷത്തിനായി ജീവിക്കുവാനും ഇതിന് മുദ്രമാക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരെ പരിശുദ്ധയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, പ്രതിമാരുടെ സ്നേഹത്തിന്റെ വിശുദ്ധതയെ അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അക്ഷരവശത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാര്യവാനായ പിതാവേ, മകനെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവനെ യോഗ്യനാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും
സമ്പത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ഒരുമിച്ച് കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗഖ്യക്കാരും പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയിലെപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകമായി തീരട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഭൗതികമായ സുസ്ഥിതിയും അവർ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് തന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അവരുടെ നയിക്കുന്നത് അവർ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവിടുത്തെ വിശുദ്ധിയും ബഹുമാനവും പ്രകൃതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുത്തെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇതിൽ നിന്ന് വാങ്ങി പാനം
ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. സുദീർഘവും പരിശുദ്ധവും ജീവിതങ്ങളെ സംബന്ധിച്ച് ഇവരെ നമുക്കെല്ലാവർക്കും ഇവിടുത്തെ അതോഗത്തിന് സ്തുതിയും പ്രതിയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദരിദ്രന്മാരുടെ അങ്ങയുടെ കാര്യത്തിന്റെ കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിനെ കാത്തുകൊള്ളണമേ. അബ്രഹാമിന്റെ സഹായം ദൈവമേ, അഭ്യന്തരമായ ഐക്യത്തിന്റെ ഒന്നിപ്പിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് പരിശുദ്ധാത്മാവായ സർവേശ്വരനായിരിക്കും. കർത്താവായ മിശിഹായേ, ജഗത്മാരെ അനുഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുറുനായകനായ വിശുദ്ധ യോസേഫിന്റെയും മാനസങ്ങളെ കുടുംബജീവിതത്തെ വിശുദ്ധമാകട്ടെ. സകലവിധത്തിലെയും പ്രാർത്ഥനകളെ സഹായിക്കുമാറാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നവകം